ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങൾക്ക് മേൽ പുതിയ തീരുവയാണ് യുഎസ് പ്രസിഡന്റ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. നിലവിലുള്ള 10% തീരുവയുടെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് പുതിയ പ്രഖ്യാപനം. എന്നാൽ നിർബന്ധിത തൊഴിൽ തടയുന്നതിനുള്ള സെക്ഷൻ 301 പ്രോബിന്റെ ഭാഗമായാണ് 60 രാജ്യങ്ങൾക്ക് മേൽ പുതിയ തീരുവകൾ ട്രംപ് ഏർപ്പെടുത്തിയത്. എന്താണ് 301 പ്രോബ്? ഈ സെക്ഷന്റെ പ്രാധാന്യം എന്താണ്? പരിശോധിക്കാം വിശദമായി. ഞാൻ അനശ്വര. അമേരിക്കൻ നിയമപ്രകാരം നിർബന്ധിത തൊഴിൽ വഴി നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തടയാനും അത്തരം ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്താനും സെക്ഷൻ 301 പ്രോബ് സർക്കാരിന് അധികാരം നൽകുന്നു. ജൂൺ 3-നാണ് ഈ നിയമപ്രകാരം 60 രാജ്യങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചത്. ഇന്ത്യ, UK, കാനഡ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ 17 രാജ്യങ്ങൾ 10% കുറഞ്ഞ സ്ലാബിൽ ഉൾപ്പെടുന്നവയാണ്. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, സ്വിറ്റ്സർലാൻഡ്, തായ്വാൻ, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ തുടങ്ങി 43ഓളം രാജ്യങ്ങൾ 12.5% ഉയർന്ന സ്ലാബിൽ ഉൾപ്പെടുന്നു. ഇവിടെ ഇന്ത്യയുടെ തീരുവ നിരക്ക് 10%ആകാൻ കാരണം തൊഴിൽ രീതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ഇന്ത്യ നടത്തിയ ഫലപ്രദമായ ചർച്ചകളാണ്. നിർബന്ധിത തൊഴിലിലൂടെ നിർമ്മിച്ച സാധനങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായും നിരോധിക്കുന്നതായി ഇന്ത്യ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയിൽ ആവശ്യത്തിന് ലഭ്യമല്ലാത്ത അസംസ്കൃത വസ്തുക്കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ, പുസ്തകങ്ങൾ, വ്യക്തിഗത വസ്തുക്കൾ എന്നിവയ്ക്ക് പുതിയ തീരുവ ബാധകമല്ല. കൂടാതെ ഉരുക്ക്, അലൂമിനിയം തുടങ്ങിയ സെക്ഷൻ 232 പ്രകാരം നിലവിൽ നികുതിയുള്ള ഉൽപ്പന്നങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ ഇന്ത്യക്ക് 12.5% ഉയർന്ന തീരുവ ചുമത്തും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. എങ്കിലും നയതന്ത്ര ചർച്ചകൾക്ക് ഒടുവിൽ നിരക്ക് 10%ആയി കുറച്ചു. ഇതോടെ അയൽരാജ്യങ്ങളായ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, വികസിത രാജ്യങ്ങളായ UK, കാനഡ എന്നിവ ഉൾപ്പെടെ 17 രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ ഇടം പിടിച്ചത്. മോഡേൺ ഡേ സ്ലേവറിയോട് ട്രംപ് ഒരിക്കലും പൊറുക്കില്ല എന്ന പുതിയ തീരുവയെ ന്യായീകരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് വ്യക്തമാക്കി. ചൈനയും യൂറോപ്യൻ യൂണിയനും സിംഗപ്പൂരും എല്ലാം US-ന് ഇതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ട്. ഇത് ആഗോള സാമ്പത്തിക വ്യാപാര യുദ്ധം വീണ്ടും രൂക്ഷമാകാനിടയാക്കും. ആഗോള സമ്പദ് വ്യാപാര മേഖല വീണ്ടും താറുമാറാകാൻ കാരണമാകും. അതേസമയം ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്ന് വ്യക്തമല്ല. അമേരിക്കയിലുള്ള 99.4% ഉൽപ്പന്നങ്ങൾക്കും പുതിയ തീരുവ ബാധകമാണ്. ട്രംപ് കഴിഞ്ഞയാഴ്ച ബ്രസീലിന് 25%, കാനഡയ്ക്ക് 50% തീരുവ പ്രഖ്യാപിച്ചിരുന്നു. പുതിയ താരിഫുകൾ പ്രാബല്യത്തിൽ വരുമ്പോൾ നിലവിലെ 10% താൽക്കാലിക താരിഫിനും പുതിയ നികുതി സംവിധാനത്തിനുമിടയിൽ ഇടവേള ഉണ്ടാകില്ല. എന്നാൽ അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്നും പദ്ധതിയിൽ മാറ്റങ്ങൾ വന്നേക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വർഷം ആദ്യം ട്രംപിന്റെ ആഗോള താരിഫുകൾ അമേരിക്കൻ സുപ്രീം കോടതി റദ്ദാക്കിയതിനെ തുടർന്നാണ് ട്രേഡ് ആക്ട് പ്രകാരം 150 ദിവസം വരെ പ്രാബല്യത്തിലിരിക്കാവുന്ന 10% ഇറക്കുമതി സർചാർജ് നടപ്പാക്കിയത്. തുടർന്ന് US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഈ താരിഫിനെയും ചോദ്യം ചെയ്തെങ്കിലും കേസ് നൽകിയവർക്ക് മാത്രമാണ് ആശ്വാസം ലഭിച്ചത്. മറ്റ് ഇറക്കുമതിക്കാർക്ക് താരിഫ് തുടർന്നും ബാധകമായി. പുതിയ താരിഫുകൾ നടപ്പാക്കുന്നതിലൂടെ നവംബറിലെ മിഡ് ടേം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജീവിത ചെലവിനെ കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോഴും താരിഫ് നയം തുടരുമെന്ന തന്റെ നിലപാട് ട്രംപ് കൂടുതൽ ശക്തമാക്കുകയാണ്. ഇറക്കുമതി തീരുവകൾ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കൻ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താനും ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കാനും ഈ തീരുവ അനിവാര്യമാണ് എന്നാണ് ട്രംപും ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നത്. പുതിയ തീരുവ പ്രഖ്യാപിച്ചതിനൊപ്പം ചില രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിയ ഇളവുകളാണ് ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നത്. അമേരിക്കൻ പരുത്തിയും നൂലും ഉപയോഗിച്ച വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങൾക്ക്, അതായത് ബംഗ്ലാദേശ്, കംബോഡിയ, ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ രാജ്യങ്ങൾക്ക് അമേരിക്ക പ്രത്യേക ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 3 വർഷത്തേക്കാണ് ഈ ഇളവ് നൽകിയിരുന്നത്. എന്നാൽ ഇന്ത്യക്ക് ഈ ആനുകൂല്യം ലഭിച്ചില്ല എന്ന് പ്രമുഖ ഗവേഷണ സ്ഥാപനമായ GDRI ചൂണ്ടിക്കാട്ടി. വസ്ത്രനിർമ്മാണ മേഖലയിൽ ഇന്ത്യയുടെ പ്രധാന എതിരാളിയാണ് ബംഗ്ലാദേശ്. നിലവിൽ ഇന്ത്യയിൽ നിന്നാണ് ബംഗ്ലാദേശ് വൻതോതിൽ പരുത്തിയും നൂലും ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ അമേരിക്കൻ ഇളവ് ലഭിച്ചതോടെ ബംഗ്ലാദേശ് അമേരിക്കയിൽ നിന്ന് പരുത്തി ഇറക്കുമതി ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യൻ പരുത്തിയുടെയും നൂലിന്റെയും ആവശ്യകത കുറയ്ക്കുമെന്നാണ് കയറ്റുമതിക്കാരുടെ ആശങ്ക. അമേരിക്കയുടെ നടപടിയിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. നിർബന്ധിത തൊഴിലിന്റെ പേരിൽ ഏർപ്പെടുത്തിയ തീരുവയ്ക്ക് കാലാവധി നിശ്ചയിക്കാത്തത് വലിയ തിരിച്ചടിയാണെന്ന് CITA ചെയർമാൻ അശ്വിൻ ചന്ദ്രൻ പറഞ്ഞു. മറ്റ് രാജ്യങ്ങൾക്ക് നൽകിയ പ്രത്യേക ഇളവുകൾ കാരണം അമേരിക്കയിലേക്കുള്ള വസ്ത്ര കയറ്റുമതി ഓർഡറുകൾ ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് ഇടത്തരം വസ്ത്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും ഇത് ബാധിച്ചേക്കാം. ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതിയുടെ ഏറ്റവും വലിയ വിപണിയാണ് അമേരിക്ക.
പ്രതിവർഷം ഏകദേശം $11 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് നടത്തുന്നത്. അമേരിക്കൻ പരുത്തി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക് ബംഗ്ലാദേശിന് ലഭിക്കുന്നത് പോലുള്ള ഇളവുകൾ ഇന്ത്യക്കും ലഭിക്കുമെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പുതിയ പ്രഖ്യാപനത്തിൽ ഇന്ത്യയെ ഒഴിവാക്കിയത് വസ്ത്രനിർമ്മാണ മേഖലയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ്. സബ്സിഡിയിലൂടെ കൃത്രിമമായി വില കുറച്ച് കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങൾക്ക് എതിരെയും ട്രംപ് ഭരണകൂടം അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കൂടുതൽ തീരുവ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. സുപ്രീം കോടതി റദ്ദാക്കിയ വ്യാപാര നിയന്ത്രണങ്ങൾ നിയമപരമായി തിരിച്ചുകൊണ്ടുവരാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് പുതിയ നടപടികൾ.